ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ട് ലോക്കേഴ്സ്. റൂട്ട് ലോക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു പവർഫുൾ ടൂൾ എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്പ് കോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് സിസ്റ്റത്തിനെ നമ്മൾ ഡിസൈഡ് പെർഫോമൻസിലേക്ക് കൊണ്ടുവരാം. അതാണ് റൂട്ട് ലോക്കേഴ്സിലൂടെ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2. ഇപ്പോൾ ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇതിനെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുമ്പോൾ c(s/r(s) എന്ന് പറയുന്നത് g(s/1 പ്ലസ് g(s) h(s) എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ g(s)ലേക്ക് നമ്മൾ ഈ ഒരു ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് വരും k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 ബൈ 1 പ്ലസ് g(s) ആണ്. അതിന് പകരം 1 പ്ലസ് k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 എഴുതി. നമുക്ക് എങ്ങനെ വരും? k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 ബൈ 1 പ്ലസ് g(s) ആണ്. അവിടെ 1 പ്ലസ് k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ LCM എടുക്കാം. അപ്പോൾ LCM എടുക്കുമ്പോൾ ഈ 1നെ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും? k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 ബൈ s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 പ്ലസ് k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 എന്ന് വരും അവിടെ. ഇനി നമ്മളവിടെ ഈ ഡിനോമിനേറ്ററിൽ ഇവിടെയുള്ള ടേം നമുക്ക് അവിടെ വെട്ടിക്കളയാം. ബാക്കി എന്ത് വരും? k/s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 പ്ലസ് k എന്നവിടെ വരും. ഇതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിനെ നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ s ഇൻറ്റു s പ്ലസ് p1 ഇൻറ്റു s പ്ലസ് p2 പ്ലസ് k is equal to 0. ഇനി നമ്മളവിടെ എന്താ ചെയ്യുക വെച്ചാൽ ഗെയിൻ ഉണ്ടല്ലോ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ, അത് നമ്മൾ വേരി ചെയ്യുക. അതായത് 0 to infinity വേരി ചെയ്യുക. അപ്പോൾ അങ്ങനെ വേരി ചെയ്യുമ്പോൾ ദ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ k0 ആകുമ്പോൾ അവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് വാല്യൂസ് ഓഫ് ഓപ്പൺ ലൂപ്പ് പോൾസ് ആയിരിക്കും. ആൻഡ് k is equal to infinity നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് സീറോസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാം. അപ്പോൾ റൂട്ട് ലോക്കേഴ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് അവിടെ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ പാത്ത് ടേക്കൺ ബൈ ദ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്നിട്ട് റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആ റൂട്ടിൻ്റെ പാത്താണ്, ആ പാത്ത് നമ്മൾ വരയ്ക്കുകയാണ്. എപ്പോഴാണ്? വെൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ, അതായത് കെയുടെ വാല്യൂ ഉണ്ടല്ലോ, അത് 0 to infinity വേരി ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ റൂട്ട് ലോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റൂട്ട് ലോക്കേഴ്സ് വരയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ആ പ്രൊസീജിയേഴ്സ് നമുക്കൊരു പ്രോബ്ലം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഹാസ് ആൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) is equal to k/s into s square plus 4s plus 13. Sketch the root lockers. നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് g(s) k/s into s square plus 4s plus 13. റൂട്ട് ലോക്കേഴ്സ് അവിടെ വരയ്ക്കണം. അപ്പോൾ റൂട്ട് ലോക്കേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ പോൾസ് ആൻഡ് സീറോസ്. അപ്പോൾ നമുക്ക് പോൾസും സീറോസും അവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുക. അതായത് g(s) is equal to k/s into s square plus 4s plus 13 ആണ്. നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മളവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഓപ്പൺ ലൂപ്പ് പോൾസ് കിട്ടും. അപ്പോൾ ഓപ്പൺ ലൂപ്പ് പോൾസ് ഏതൊക്കെയാണ്? നമുക്കവിടെ s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13, അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മളത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. ഇത് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതായത് -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a ആ ഫോർമുല ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് റൂട്ട്സ് കിട്ടും? 0 ആൻഡ് s is equal to -2 പ്ലസ് ഓർ മൈനസ് j3 എന്നവിടെ കിട്ടും. ഇത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 പോൾസ് ആണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? p1 is equal to 0, p2 is equal to -2 plus j3 and p3 is equal to -2 minus j3. ഇനി നമ്മൾ പോൾ 0 പ്ലോട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ആക്സിസ് മാർക്ക് ചെയ്യുക. എസ് പ്ലെയിനിൽ ഏതൊക്കെയായിരുന്നു? റിയൽ ആക്സിസ് എന്ന് പറയുന്നത് സിഗ്മ ആക്സിസും ആൻഡ് ഇമാജിനറി ആക്സിസ് എന്ന് പറയുന്നത് j⍵ ആക്സിസും ആണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ സ്കെയില് നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ഡിവിഷൻ വേണം അവിടെ റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ആണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് ഇമാജിനറി ആക്സിസിലും ആ സെയിം 1 തന്നെ നമ്മളവിടെ
എടുക്കാൻ പാടുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത്. സെയിം സ്കെയിലിൽ വേണം നമ്മളത് വരയ്ക്കാനായിട്ട്, റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും. ഇനി നമുക്ക് ഈ 3 പോളുകളും നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് P1 = 0 ആണ്. അപ്പോൾ P1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനിലാണ് ആ പോൾ വരുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ ഫസ്റ്റ് പോൾ മാർക്ക് ചെയ്തു, അതായത് ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് P2 = -2 + J3 ആണ് അല്ലേ. അപ്പോൾ -2 + J3 എന്ന് പറയുമ്പോൾ അവിടെ റിയൽ ആക്സിസിൽ നമുക്ക് -2 എടുക്കാം ആൻഡ് ഇമാജിനറി ആക്സിസിലത്തെ J3യും എടുക്കാം. ഇതാണ് J3 എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്. ഇവിടുത്തെ -2ഉം അതുപോലെ J3 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരാം, നമുക്ക് ഈ ഒരു പോയിന്റ് ആയിരിക്കും അവിടെ -2 + J3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് പോൾ നോക്കാം. തേർഡ് പോൾ എന്ന് പറയുന്നത് P3 = -2 - J3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ -2 - J3 എന്ന് പറയുമ്പോൾ അവിടെ റിയൽ ആക്സിസിൽ -2 എടുക്കാം. അപ്പോൾ റിയൽ ആക്സിസിലെ -2 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് വരുന്നത് അല്ലേ. അപ്പം അത് നമ്മൾ എടുത്തിട്ട് -J3 താഴേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ആയിരിക്കും അവിടെ തേർഡ് പോൾ എന്ന് പറയുന്നത്, -2 - J3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പോൾസും അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനാണ് നമ്മളവിടെ പോൾ 0 പ്ലോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സീറോസ് ഒന്നുമില്ല, 3 പോളാണ് നമുക്കവിടെ ഉള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓൺ റിയൽ ആക്സിസ്. റിയൽ ആക്സിസിൽ എവിടെയാണ് നമ്മുടെ റൂട്ട് ലോക്കസ് വരാൻ പോകണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് 3 പോളാണുള്ളത്. ഒരു പോൾ ഒറിജിനിലും മറ്റേ പോൾ -2 ± J3 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് പോളിൻ്റെ പുറത്ത് നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സിസിനെയാണ് അവിടെ നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് സിഗ്മ ആക്സിസ്. ഇനി ആ ടെസ്റ്റ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോണത് നമ്മൾ ഈ 2 പോൾ ഉണ്ടല്ലോ, ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് അത് മീറ്റ് ചെയ്യണ ആ ഒരു പോയിന്റിലാണ്, ഈ ഒരു ആക്സിസിൽ. അപ്പോൾ നമുക്ക് എല്ലാ കോംപ്ലക്സ് കോൺജുഗേറ്റും വരുമ്പോൾ നമുക്ക് അവിടെ ആ റിയൽ പാർട്ട് എവിടെയാണോ അവിടെയാണ് നമ്മൾ അവിടെ എന്താണ് ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ -2 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തു. ഇനി അങ്ങനെ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കാം, അതായത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ നിന്നിട്ട്. അപ്പോൾ അവിടെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ആണ് അവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റിലേക്ക് നമുക്ക് ഒരു പോൾ ഒറിജിനിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അവിടെ ഓഡ് നമ്പർ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അത്രയും പോർഷൻ അവിടെ ഡാർക്കൻ ചെയ്യാം. ഇതാണ് അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0 to -2 നമ്മളവിടെ ഡാർക്കൻ ചെയ്തു. കാരണം എന്തുകൊണ്ടായിരുന്നു, നമ്മളിവിടെ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്തു. അതിൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ റൂട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പോളാണ് അവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോൾ എന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ അത്രയും പോർഷൻ അവിടെ ഡാർക്കൻ ചെയ്തു. നമ്മൾ ഇത്രയും പോർഷൻ ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ -2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അതിനെ പുറത്ത് ഒരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ -2ന്റെ പുറത്ത് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ആക്സിസിൽ എവിടെ വേണമെങ്കിലും അത് ആവാം ആ ടെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ ഈ ഒരു പോയിന്റ് ചൂസ് ചെയ്തു. അപ്പോൾ ആ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ റൈറ്റിലേക്ക് നോക്കാം. റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ആണ് അവിടെ വരുന്നതെന്ന് നോക്കണം. ഇവിടെ നമുക്ക് എത്ര പോൾ ഉള്ളത്, നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ആക്സിസ് മാത്രമല്ല എൻ്റെ നെഗറ്റീവ് എസ് പ്ലെയിനിലാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ മൊത്തം എസ് പ്ലെയിൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോള്, രണ്ടാമത്തെ പോള്, മൂന്നാമത്തെ പോള്, അപ്പോൾ ടോട്ടൽ 3 പോളുണ്ട് അവിടെ എസ് പ്ലെയിനിൽ അല്ലേ. അപ്പോൾ ആ 3 എന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ ഏത് ടെസ്റ്റ് പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താണ് ഇവിടെ റാൻഡം ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എത്രയാണ്, 3 ഓഡ് നമ്പർ ആണ് അവിടെ റൂട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എൻ്റെ നെഗറ്റീവ് റിയൽ ആക്സിസ് എന്ന് പറയുന്നത് അവിടെ ഡാർക്കൻ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിവിടെ അടുത്ത ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ റൂട്ട് ലോക്കസ് ഈ നെഗറ്റീവ് റിയൽ ആക്സിസിൽ എവിടെയാണ് നമ്മൾ വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇനി തേർഡ് സ്റ്റെപ്പ് ആംഗിൾ ഓഫ് അസിംപ്ടോട്സ് ആൻഡ് സെൻട്രോയിഡ്.
അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. +or-180 ഇൻറ്റു 2q + 1/n-m. അതിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര അപ് ടു n-m. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആൻഡ് m എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസ്. ഇതാണ് അവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0, 1, 2 എക്സെട്ര അപ് ടു n-m ആണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് 3 പോളാണ് വരുന്നത്. സോ n = 3 ആൻഡ് സീറോസ് അവിടെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് m = 0. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0, അതുപോലെ 1, 2 n-m എന്ന് പറയുമ്പോൾ 3 - 0 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 0, 1, 2, 3 വരെ അവിടെ കൊടുത്തു. ഇനി ഫസ്റ്റ് വാല്യൂ എടുക്കുക. q = 0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? when q = 0 ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഇവിടെ q നമ്മളവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് n-m എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് വാല്യൂ +or-60 ഡിഗ്രി എന്ന് വരും. ഇനി അടുത്തത് q = 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 180 +or-180 ഇൻറ്റു 2 × 1 + 1/3 എന്ന് വരും നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് 1 +or-180 ഡിഗ്രി അവിടെ q = 1 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇനി അതുപോലെ 2-ൻ്റെയും 3-ൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കണം. പിന്നെ q = 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആംഗിൾ എന്തായിരിക്കും വരാം? +or-180 ഡിഗ്രി. ഇവിടെ ക്യൂവിന് പകരം 2 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാം? +or-300 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോഴാണ് അവിടെ +or-300 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്ലസിന് പകരം -or+60 ഡിഗ്രി എന്ന് അവിടെ എഴുതാം. കാരണം മൊത്തം 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്തപ്പോഴാണ് അവിടെ +or-300 വന്നത്. അതായത് ഇങ്ങനെ മെഷർ ചെയ്തപ്പോൾ. അപ്പോൾ അതേ സെയിം സ്ഥാനം നമ്മൾ താഴോട്ട് മെഷർ ചെയ്യുമ്പോൾ അവിടെ ആദ്യം വരാൻ മൈനസ് ആയിരിക്കും പ്ലസിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ -or+60 ഡിഗ്രി അവിടെ കൊടുത്തു. ഇനി അതുപോലെ തന്നെ q = 3 എന്ന് പറയുമ്പോൾ ആംഗിളിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ക്യൂവിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ +or-180 ഇൻറ്റു 2 × 3 + 1/3 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 420 ഡിഗ്രി, +or-420 ഡിഗ്രിയാണ്. അപ്പോൾ 420 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മളൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിഞ്ഞു, 360 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 60 ഡിഗ്രി തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതായത് നമുക്ക് എന്ത് എഴുതാം? +or-60 ഡിഗ്രി എന്നവിടെ എഴുതാം. ഇതാണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 60 ഡിഗ്രിയാണ് നമുക്കിവിടെ എന്താണ് ഈ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്, +or-60 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് വേണം. ആ പോയിന്റിൽ വേണം നമ്മളവിടെ ഈ 60 ഡിഗ്രി വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മളവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ n-m. അപ്പോൾ പോൾസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുക്കാം. അപ്പോൾ എന്ത് വരാം? 0 -2 + j3 -2 - j3 ആൻഡ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മളവിടെ 0 കൊടുത്തു. ബൈ n-m എന്ന് പറയുമ്പോൾ 3 - 0 3 പോൾ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ j3 അവിടെ വെട്ടിപ്പോകും. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അവിടെ ആ കോംപ്ലക്സ് അതായത് ഇമാജിനറി ടേം അവിടെ ക്യാൻസൽ ചെയ്ത് പോകും, അതായത് സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുക -4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് -4/3 എന്ന് പറയുന്നത് -1.33 എന്ന് വരും. അപ്പോൾ അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് ആ ഒരു പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് -1.33 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ച ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ഉണ്ടല്ലോ, അതായത് 60 ഡിഗ്രി +or-60 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ -1.33 എടുത്തു. അപ്പോൾ അവിടെ നിന്ന് + ആയതുകൊണ്ട് ഒരു 60 ഡിഗ്രി നമ്മളവിടെ മുകളിലേക്കും വരയ്ക്കാം ആൻഡ് 60 ഡിഗ്രി താഴേക്കും വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമാജിനറി ലൈനായിട്ട് നമ്മളിവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സിനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ ബ്രേക്ക് അവേ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഇൻ പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ള ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അത് നമ്മൾ ക്ലോസ് ലൂപ്പ് ആക്കിയിട്ട് മാറ്റണം. അവിടെ CF/RF എന്ന് പറയുന്നത് GF/1 + GF. കാരണം അവിടെ HF എന്ന് പറയുന്നത് 1 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ GF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k/s × s² + 4s + 13 1 + gs പകരം 1 + k/s × s² + 4s + 13. അപ്പോൾ നമ്മൾ LCM എടുക്കുക. അപ്പോൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും?
കെ ബൈ എസ് ഇൻറ്റു സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13 ബൈ നമ്മളുടെ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13 പ്ലസ് കെ ബൈ എസ് ഇൻറ്റു സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13 അവിടെ വരും. അവിടെ നമുക്ക് ആ ഡിനോമിനേറ്റർ ടേമിനെ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. എന്നിട്ട് ബാക്കി വരുന്ന ടേം എന്താണ്? കെ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13 പ്ലസ് കെ. അപ്പോൾ ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളുടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരാം? എസ് ക്യൂബ് പ്ലസ് 4s സ്ക്വയർ പ്ലസ് 13s പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ഇനി അതിൽ നിന്നിട്ട് നമ്മൾ കെ ഇസ് ഈക്വൽ ടു എന്നിട്ട് ഏതാണ്? അപ്പോൾ കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ടേംസ് എല്ലാം നമ്മൾ RHSലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? കെ ഇസ് ഈക്വൽ ടു മൈനസ് എസ് ക്യൂബ് മൈനസ് 4s സ്ക്വയർ മൈനസ് 13s എന്നവിടെ വരും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് വിത്ത് റെസ്പെക്ട് ടു എസ്. ഡി കെ ബൈ ഡി എസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് എസ് ക്യൂബ് ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ മൈനസ് 3s സ്ക്വയർ വരും. മൈനസ് 4 ഇൻറ്റു എസ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2s ആണ് വരിക അല്ലേ. അപ്പോൾ അവിടെ 4 ഇൻറ്റു എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് 8s മൈനസ് 13 എന്നവിടെ വരും. ഇനി നമ്മൾ ഡി കെ ബൈ ഡി എസ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് 3s സ്ക്വയർ മൈനസ് 8s മൈനസ് 13 നമ്മളവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു റൂട്ട് കിട്ടും. എസിൻ്റെ രണ്ട് വാല്യൂസ് കൂടെ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സിലാണ്. എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1.33 പ്ലസ് ഓർ മൈനസ് ജെ 1.6. അപ്പോൾ ഇവിടെ രണ്ട് റൂട്ട് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ S1 എന്ന് പറയുന്നത് മൈനസ് 1.3 പ്ലസ് ജെ 1.6 എടുക്കാം. ആൻഡ് S2 ഈസ് ഈക്വൽ ടു മൈനസ് 1.3 മൈനസ് ജെ 1.6. ഇനി ഈ രണ്ട് വാല്യൂ നമ്മളിവിടെ കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ എസിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൻ S1 ഈസ് ഈക്വൽ ടു മൈനസ് 1.33 പ്ലസ് ജെ 1.6, അതായത് ഈ വാല്യൂ നമ്മൾ കെയിൽ എസിന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും? നമുക്ക് മൈനസ് ഓഫ് മൈനസ് 1.3 പ്ലസ് ജെ 1.6 ഹോൾ ക്യൂബ് മൈനസ് 4s സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഈ എസ് സ്ക്വയറിന് പകരം നമ്മളിവിടെ മൈനസ് 1.3 പ്ലസ് ജെ 1.6 ഇവിടെയും കൊടുത്തു മൈനസ് 13. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ജെയുടെ ടേം ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് സോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? കോംപ്ലക്സിൽ അവിടെ വരുള്ളൂ, അവിടെ ജെയുടെ ടേം ഉണ്ടായിരിക്കും. അതായത് അവിടെ പോസിറ്റീവ് ആൻഡ് റിയൽ ആയിരിക്കില്ല. സപ്പോസ് നമ്മളിവിടെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ രണ്ട് റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പം അങ്ങനെ റൂട്ട് നമ്മൾ ഈ കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് ആൻഡ് റിയൽ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്കിംഗ് പോയിന്റ് അവിടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് നമ്മളെപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോളിൻ്റെ ഇടയ്ക്കാണ് റൂട്ട് ലോക്കസ് ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മളവിടെ എന്താണ് ബ്രേക്ക് അവേ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ആൻഡ് അഥവാ രണ്ട് സീറോൻ്റെ നടുക്കാണ് നമുക്ക് റൂട്ട് ലോക്കസ് ഉള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്രേക്കിംഗ് പോയിന്റ് ആയിരിക്കും നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ S1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ അപ്പോൾ അവിടെ നമുക്ക് എന്താണ് S1 ഫസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് ആൻഡ് റിയൽ ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ അടുത്ത S2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ മൈനസ് 1.3 പ്ലസ് J6, അവിടെ മൈനസ് J6 ആണ് വരുന്നത്, J 1.6. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കെയ്ക്ക് പകരം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അപ്പോഴും പോസിറ്റീവ് ആൻഡ് റിയൽ ആയിരിക്കില്ല, അവിടെ കോംപ്ലക്സിൽ തന്നെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് പറയാം? ഈ ഒരു റൂട്ട് ലോക്കസിനെ ബ്രേക്ക് വേ പോയിന്റും അതുപോലെ ബ്രേക്കിംഗ് പോയിന്റും അവിടെ ഇല്ല. അപ്പോൾ ബ്രേക്ക് വേ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഈ റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു പോയിന്റിനെ നമ്മളവിടെ പറയുന്നത് ബ്രേക്ക് വേ പോയിന്റ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആക്ച്വൽ ബ്രേക്ക് വേ പോയിന്റ് ഇല്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പം ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുക നമ്മൾ കോംപ്ലക്സ് റൂട്ട്, അവിടെ കോംപ്ലക്സ് പോൾ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഈ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു പോളുള്ളത് ഒറിജിനാണ്, അതിൻ്റെ ബാക്കി രണ്ട് പോളും -2 പ്ലസ് ഓർ മൈനസ് J3 അല്ലേ. അപ്പോൾ പോൾ സീറോ പ്ലോട്ടിൽ ഈ ഫസ്റ്റ് പോൾ ഉണ്ടല്ലോ, എല്ലാ പോളിലേക്കും നമ്മൾ വെക്റ്റർ വരയ്ക്കുക, വെക്റ്റർ ജോയിൻ ചെയ്യുക. അവിടെ P1 P2 ആൻഡ് P3 അതാണ് 3 പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പോൾ ഇതാണല്ലോ. അപ്പോൾ ആ പോളിൽ നിന്നിട്ട് ഈ കോംപ്ലക്സ് പോളിലേക്ക് നമ്മൾ വെക്റ്റേഴ്സ് വരച്ചു. അതാണ് ഇവിടെ ബ്ലൂ കളർ ലൈനോടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് P2ലേക്കും വരച്ചു, P3ലേക്കും വരച്ചു. അപ്പോൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ വെക്റ്റർ വരച്ചില്ലേ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളോട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് θ1, ആ ആംഗിൾ നമുക്ക് അവിടെ വേണം.
ഇപ്പോൾ ആ θ1 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ആണല്ലോ. 180 നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3 വരും, അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 2 വരും അല്ലേ. അപ്പോൾ അവിടെ ടാൻ ഇൻവേഴ്സ് 3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ അവിടെ കിട്ടും. അപ്പോൾ മൊത്തം 180 നിന്നിട്ട് ആ ടാൻ ഇൻവേഴ്സ് 3/2 കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് θ1 കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. θ1 = 180 - tan ഇൻവേഴ്സ് 3/2. അത് വരാം 123.7 നമുക്കവിടെ കിട്ടും θ1 വാല്യൂ. ഇനി θ2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തു, ഫസ്റ്റ് പോളിൽ നിന്നിട്ട് നമ്മൾ P2ലേക്ക് ലൈൻ ജോയിൻ ചെയ്തു. അതുപോലെ സെക്കൻഡ് പോളിൽ നിന്നിട്ട്, സെക്കൻഡ് പോൾ എന്ന് പറയുമ്പോൾ ഇതാണ്, അതിലേക്കാണ് നമ്മളിപ്പോൾ ലൈൻ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ P2 നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദ കോംപ്ലക്സ് പോൾ P2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ P2നെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഈ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ P3യിൽ നിന്നിട്ട് P2ലേക്ക് നമ്മളൊരു ലൈൻ ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ഒരു ആംഗിൾ അവിടെ മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ P3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? θ2 ആയിരിക്കും. അപ്പോൾ ആ θ2 എന്ന് പറയുന്നത് നേരെ ആയതുകൊണ്ട് അവിടെ 90 ആയിരിക്കും വരും. അപ്പോൾ അങ്ങനെ θ2 നമുക്ക് അവിടെ 90 കിട്ടും. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആ കോംപ്ലക്സ് പോൾ P2ൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 180 മൈനസ് θ1 പ്ലസ് θ2 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 123.7 പ്ലസ് 90 അത് 180 കുറയ്ക്കുക. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടാൻ എത്രയാണ്? -33.7 എന്നവിടെ വരും. ഇതാണ് ഫസ്റ്റ്, അതായത് P2ൻ്റെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത കോംപ്ലക്സ് പോൾ P3യുടെയും അവിടെ കണ്ടുപിടിക്കണം. ഇനി ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദ കോംപ്ലക്സ് പോൾ P3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ ആംഗിൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരിക. അപ്പോൾ അതെങ്ങനെയാണ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -180 - θ1 പ്ലസ് θ2 ആണ്. അപ്പോൾ -180 - 123.7 പ്ലസ് 90 അവിടെ കൊടുത്തു. കാരണം നമ്മൾ θ1 θ2 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 33.7 എന്നാണ് വരും. നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ അവിടെ കിട്ടി. ഇനി അടുത്തത് ടു ഫൈൻഡ് ദ ക്രോസിംഗ് പോയിന്റ് ഓൺ ഇമാജിനറി ആക്സിസ്. നമുക്ക് റൂട്ട് ലോക്കസ് ഉണ്ടല്ലോ, അത് ഇമാജിനറി ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന പോയിന്റ്, അതിനാണ് നമ്മുടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് S³ + 4s² + 13s + k ആണ്. അപ്പോൾ അതിൽ എസ്സിനെ നമ്മൾ jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ S³ പകരം jω ഹോൾ ക്യൂബ് പ്ലസ് 4 × jω ഹോൾ സ്ക്വയർ പ്ലസ് 13 jω പ്ലസ് k = 0. നമുക്ക് J³ എന്ന് പറയുന്നത് -j ആണ്. അപ്പോൾ -jω³ -4ω². അതെങ്ങനെയാണെങ്കിൽ J² -1 അല്ലേ, അപ്പോൾ പ്ലസ് മാറി മൈനസ് വരും. അപ്പോൾ -4ω² വരും പ്ലസ് 13 jω പ്ലസ് k = 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മളവിടെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇമാജിനറി ടേംസ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒമേഗയുടെ വാല്യൂ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇമാജിനറി ടേം ഏതൊക്കെ വരുന്നത്? ഇവിടെ J വരുന്ന ടേമാണ് ഇമാജിനറി ടേം എന്ന് പറയുന്നത്. ഇവിടെ -ω³ ആണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ jω ഇവിടെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ 13ω ആണ് ജെയുടെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ -ω³ പ്ലസ് 13ω = 0 എന്ന് വരും. അവിടെ ω³ = 13ω, അതിലൊരു ω വെട്ടിപ്പോവും. അപ്പോൾ അവിടെ എന്ത് വരും? ω² = 13 എന്നവിടെ വരും. സോ ω = ±3.6 എന്നവിടെ വരും. ഇവിടെ ഇമാജിനറി ടേം നമ്മളവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ റിയൽ പാർട്ടും നമുക്കവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്നാൽ മാത്രമാണ് അവിടെ എന്താ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അവിടെ 0 ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഈ റിയൽ പാർട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ -4ω² പ്ലസ് k = 0 എന്ന് വരും. അതായത് k = 4ω². അതിൽ ω² എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ 13 അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ 4 × 13 നമുക്കവിടെ കെയുടെ വാല്യൂ 58 അവിടെ. ഇനി നമ്മൾ കിട്ടിയ എല്ലാ വാല്യൂസും കൂടിയിട്ട് നമുക്കവിടെ റൂട്ട് ലോക്കസ് വരയ്ക്കാം. ഇനി നമ്മളവിടെ റൂട്ട് ലോക്കസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ വരയ്ക്കാനായിട്ട് നമ്മളിവിടെ ഓൾറെഡി ഷെയ്ഡ് ചെയ്ത ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഡാർക്കൻ ചെയ്ത് വരച്ചിട്ടുള്ളത്. റൂട്ട് ലോക്കസ് എൻ്റെ റിലാക്സിസിൽ, നെഗറ്റീവ് റിലാക്സിസിലായിരിക്കും അത് വരുന്നുണ്ടാവുക. ഇനി അതുപോലെ സെൻട്രോയിഡും അതുപോലെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 1.33 അതിൻ്റെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് 60 ആയിരുന്നു.
അപ്പോൾ അതാണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സും കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ പാരലായിട്ടായിരിക്കും നമ്മുടെ റൂട്ട് ലോക്കസ് പോവുക. അതിനാണ് നമ്മുടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ±33.7 ആയിരുന്നു. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ ഒരു ആക്ച്വൽ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവില്ല, കോംപ്ലക്സ് റൂട്ട് ആയതുകൊണ്ട്. നമ്മളവിടെ എന്ത് വരും? അവിടെ 33.7 കണ്ടുപിടിച്ചു വരും. അപ്പോൾ അവിടെ ഈ പോൾ എടുക്കുക, ഇതായത് നമ്മുടെ P2 എന്ന് പറഞ്ഞാൽ പോൾ എന്ന് പറയുന്നത് -2 + J3. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളൊരു 33.7 ഡിഗ്രി ഇവിടുന്ന് താഴേക്ക് വരയ്ക്കുക. അതായത് ഇതാണ് നമ്മളിവിടെ എന്താ റെഫറൻസ് ആയിട്ട് വയ്ക്കുന്നത്. ആ ഒരു പോയിന്റ് വെച്ച് നമ്മൾ 33.7 ഡിഗ്രി താഴേക്ക് വരയ്ക്കുക. അപ്പോൾ എന്നിട്ട് -33.7 എഴുതാം. അതുപോലെ ഇവിടെ ഈ ഒരു പോൾ ഉണ്ടല്ലോ P3, അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരാം. +33.7 എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ 33.7 മോളിലേക്ക് വരയ്ക്കുക. അപ്പോൾ അത് വരച്ചിട്ട് ഈ ആംഗിൾ 33.7 ഡിഗ്രി ആംഗിളിലാണ് അത് വരയ്ക്കുന്നത്. അപ്പോൾ ആ ലൈൻ വരച്ചതിന് ശേഷം ഈ ഒരു ലൈൻ ടാൻജൻ്റ് ആയിട്ട് നമ്മളൊരു കർവ് നമ്മൾ വരയ്ക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ച്വൽ ബ്രേക്ക് പോയിന്റ് നമുക്കിവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് നമ്മുടെ റൂട്ട് ലോക്കസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത് ടാൻജൻ്റ് ആക്കിക്കൊണ്ട് നമ്മളൊരു കർവ് നമ്മൾ ഈ ഒരു P2 ഈ പോളിൽ നിന്നിട്ട് എന്താണ് ഒറിജിനേറ്റ് ചെയ്യാണ് റൂട്ട് ലോക്കസ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നൊരു കർവ് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണ് അത് പാസ് ചെയ്ത് പോവുക. ഏതിൽ കൂടി ആയിരിക്കും? നമ്മൾ കണ്ടുപിടിച്ച ആ ക്രോസിങ് പോയിന്റ് ഉണ്ടല്ലോ, അത് എത്ര ±3.6 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ആ 3.6 നമ്മൾ ഇതിൽ കൂടെ അത് കടന്നു പോകും ആ റൂട്ട് ലോക്കസ്. ഇത് +3.6, ഇത് -J3.6 എന്ന് പറയുന്നത്. ആ പോയിന്റിൽ കൂടെ ആയിരിക്കും നമ്മുടെ റൂട്ട് ലോക്കസ് കടന്നു പോകും. അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് റൂട്ട് ലോക്കസിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ ഈ പോൾ വരുന്നത് എന്താണ്? ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നിട്ടാണ് അല്ലേ. ഫസ്റ്റ് റൂട്ട് ലോക്കസിന് 3 ബ്രാഞ്ചസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് എവിടുന്നാണ്? ഈ ഒറിജിനലുള്ള പോളിൽ നിന്നിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ട് അത് എൻറ്റയർ റിയൽ ആക്സിസിൽ കൂടെ ആണ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് അവിടെ ഫസ്റ്റ് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂട്ട് ലോക്കസും മൂന്നാമത്തെ റൂട്ട് ലോക്കസും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നായിരുന്നു? ആ കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾ ഉണ്ടല്ലോ, ആ പോളിൽ നിന്നിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഈ J3.6 എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് +J3.6 അതുപോലെ -J3.6 ആ പോയിന്റിൽ കൂടെ കടന്നു പോവായിരിക്കും അവിടെ സെക്കൻഡ് റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അവിടെ റൂട്ട് ലോക്കസിന് ടോട്ടൽ 3 ബ്രാഞ്ച് ഉണ്ട് എന്നവിടെ പറയാം.